കിടക്കാൻ നേരത്തെ യൂസ് ആക്കുക. എന്നിട്ട് രാവിലെ എണീച്ച് കഴുകിക്കളഞ്ഞാൽ മതിയാകും. നമുക്കിത് കഴുകിക്കളയേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ കഴുകിക്കളേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഉണങ്ങിപ്പോകും കേട്ടോ. ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിനാണ് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്രീമായിട്ടാണ്. നമ്മുടെ കണ്ണിനടി ഉണ്ടാകുന്ന കറുത്ത പാടുകളും മൂക്കൊരു വന്ന കറുത്ത പാടുകളൊക്കെ മാറ്റി എടുത്തിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കി നല്ല നിറവും നല്ല തിളക്കവും വരുത്താൻ പറ്റുന്ന ഒരു അടിപൊളി നൈറ്റ് ക്രീമാണ്. രാത്രി യൂസ് ആക്കാൻ പറ്റുന്ന ക്രീമാണ് കേട്ടോ. ഈ ക്രീം വന്നിട്ട് കുക്കുംബർ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം, എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. എപ്പോഴെങ്കിലും യൂസ് ആക്കിയിട്ട് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല കേട്ടോ. ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക. ഒരു 1 മന്തെങ്കിലും യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനടി ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, മൂക്കുരുന്ന കറുത്ത പാടുകളെല്ലാം മാറ്റിയെടുത്തിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കി നല്ല നിറവും നല്ല തിളക്കവും ഒക്കെ വരുത്താൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീമാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക, അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്താൽ ഞാൻ പറയുന്നതോ അതിൽ ചെയ്യുന്നതോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഫുള്ള് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും കാണുന്നതെങ്കിലും ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. ആരും ലൈക്ക് ചെയ്യുന്നില്ല, അപ്പോൾ കാണുന്നവർ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ അലോവേര ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ അലോവേര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ്, അതും കൂടി പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അതങ്ങനെ പുറത്ത് പോയിട്ടത് കുറച്ച് പുറത്ത് പോയി, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കുക കേട്ടോ, അതിന് കുറച്ച് ഇതിന് പുറത്ത് ചാടിപ്പോയി. അപ്പോൾ നിങ്ങളും പുറത്ത് ചാടിപ്പോവാതെ സൂക്ഷിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ സാധനം കുക്കുംബർ ജ്യൂസാണ്. ഞാൻ നേരത്തെ എടുത്ത് വെച്ചാണ് 2 ടേബിൾ സ്പൂൺ അളവിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ലെമൺ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഒരു ലെമൻ്റെ ചെറിയൊരു പീസ് നമുക്ക് 2 ഡ്രോപ്സിൻ്റെ ആവശ്യമുള്ളൂ. ആ കുരുവൊക്കെ കളഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് 2 ഡ്രോപ്സ് മാത്രം ചേർത്താൽ മതി, കൂടുതൽ ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കാം. കുരുവൊക്കെ എടുത്ത് കളയണം കേട്ടോ. നല്ലോണം മിക്സാക്കി എടുക്കുക. എൻ്റെ അടുത്ത് പാത്രം ചെറിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് അത്രയും വലിയൊരു പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ജ്യൂസൊക്കെ എടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കാത്ത ജ്യൂസായിരിക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർത്ത് ജ്യൂസ് എടുക്കരുത്. ഇതുപോലെ നല്ല മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ട് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രൂപത്തിൽ തന്നെ ആക്കിയെടുക്കാൻ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരാഴ്ചക്കുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ ഫേസിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, കരിമംഗല്യം പിന്നെ കറുത്ത പാടുകൾ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇതൊക്കെ നല്ലതാണ്, നമ്മുടെ ഫേസിനൊക്കെ നല്ല അടിപൊളിയാണ്, നമ്മുടെ കണ്ണിന് കുളിർമ കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേറൊരു ബോക്സിലാക്കുന്നുണ്ട്. പിന്നെ ഇതുപോലൊരു ഇതിലാണ് ആക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ലത് നോക്കി ആക്കുക. വെള്ളമൊന്നും കിടക്കാത്ത രീതിയിലുള്ളൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുക കേട്ടോ. വെള്ളമൊന്നും കിടക്കാൻ പാടില്ല. നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് സൂക്ഷിക്കാം. ഒരു 1 വീക്കിനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലാണ് ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, ഇതിലാണ് ഇപ്പോൾ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ല കുപ്പിയിൽ വെള്ളമൊന്നും ആകാത്ത രീതിയിലുള്ള ഒരു പാത്രത്തിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ യൂസ് ആക്കേണ്ടത് പറഞ്ഞല്ലോ. ഇത് രാത്രി കിടക്കുന്ന നേരത്താണ് യൂസ് ആക്കേണ്ടത്. ഇപ്പോൾ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്യാം. നമുക്ക് അതൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട്, പെട്ടെന്ന് ഉണങ്ങിപ്പോകും. കഴുകിക്കളയേണ്ട ഒരാവശ്യം നമുക്ക് വരുന്നില്ല കേട്ടോ. ഇങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് കേട്ടോ. വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് സൂക്ഷിക്കാം. അപ്പോൾ എന്താണ്, അപ്പോൾ വീഡിയോസ് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്യുക കേട്ടോ. ഈ ഒരു ക്രീം വന്നിട്ട് നമ്മുടെ കണ്ണിനടിയിലും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ സഹായിക്കുന്നതാണ്. ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റാണ് യൂസ് ആക്കേണ്ടത്. കിടക്കാൻ നേരത്തെ യൂസ് ആക്കുക. എന്നിട്ട് രാവിലെ എണീച്ച് കഴുകിക്കളഞ്ഞാൽ മതിയാകും. നമുക്കിത് കഴുകിക്കളയേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ കഴുകിക്കളേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഉണങ്ങിപ്പോകും കേട്ടോ. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമ്മുടെ സാധാരണ ക്രീം ഉണ്ടല്ലോ, കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീം, അതുപോലത്തെ ക്രീം തന്നെയാണ് ഇത് കേട്ടോ. നല്ല മാറ്റം കിട്ടുന്നതാണ്. ഒരു 1 മന്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും ഈ ഒരു ക്രീമിലൂടെ നമുക്ക് കിട്ടുന്നത്. കണ്ണിനൊക്കെ നല്ല കുളിർമ കിട്ടാനൊക്കെ സഹായിക്കട്ടെ ഈ ഒരു ക്രീമിലൂടെ. കുക്കുംബർ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ ഫേസൊക്കെ നല്ല ബ്രൈറ്റ് ആക്കാനും നിറം വരുത്താനും പാടുകളൊക്കെ മാഞ്ഞു പോകാനൊക്കെ സഹായിക്കുന്നതാണ് കുക്കുംബർ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കുഴപ്പമില്ല എന്നാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ എന്താണ് ഉറപ്പായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ കരുതുന്നത്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.